കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് പിസ്തയെക്കുറിച്ചാണ് കേട്ടോ. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു വൈറ്റമിനായ സെലീനിയം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് പിസ്ത. സാച്ചുറേറ്റഡ് അല്ലാത്ത ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും കൊണ്ട് സമ്പുഷ്ടമാണ് പിസ്ത. ഇവ കൊളസ്ട്രോളിൻ്റെ അളവും രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ ഫൈബറും പിസ്തയിൽ അടങ്ങിയിരിക്കുന്നു. പിസ്ത ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ആഹാര പദാർത്ഥമാണ്. പ്രമേഹത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് പിസ്ത ഒരു മികച്ച ഭക്ഷണമാണ്. പിസ്തയിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു. ഈ ഉയർന്ന ഫൈബർ കണ്ടന്റ് ദഹനത്തെയും കുടലിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നു. പിസ്ത തണുപ്പ് കാലത്ത് കഴിക്കുന്നതാണ് അത്യുത്തമം. പിസ്തയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ചർമ്മത്തിലെ കേടുപാടുകൾ കുറച്ച് പ്രായം തോന്നിപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നു. തിളക്കമുള്ള മുടിക്കു വേണ്ട ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പിസ്തയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് പിള്ളേരുടെ അടുത്ത് എത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് കോലഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ. കോലഞ്ചേരിയിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഒരു സൈഡ് സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പിറവത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാമലക്കാവിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ ഞാൻ പിറവ സ്റ്റാൻഡിലാണ് പോയി ഇറങ്ങാറ്. അവിടെ ആകുമ്പോൾ നമുക്ക് ബസ് കിട്ടും, ഇരുന്ന് പോരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ബസ്സിൻ്റെ പേര് രാജ്കുമാരി എന്നാണ് കേട്ടോ. ഇതിനകത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് പിറവം സ്റ്റാൻഡ്. ഞാനിവിടെ ഇറങ്ങുവാണ്. എന്നിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത ബസ്സിൽ കയറി. ഈ ബസ് നേരെ പോകുന്ന ആരക്കുന്നത്തേട്ടാണ്. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന പിറവം പാലത്തേക്കൂടെയാണ്. ആ സൈഡിൽ കൂടെ കാണുന്നതാണ് കേട്ടോ പിറവം പുഴ. ട്രോളില്ലാത്ത ആകെ ഒരു പാലം ഇത് മാത്രമായിരിക്കും അല്ലേ. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറവം സിറ്റിയാണ്. ഇവിടെ ഒത്തിരി കടകളും കുഞ്ഞു കുഞ്ഞ് മാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ കാണുന്നത് അപ്പോളോ ഫാർമസി ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും പിറവത്ത് കിട്ടും കേട്ടോ. ചെറിയ ചന്തയൊക്കെ ഉണ്ട് ഇവിടെ. താരതമ്യേന വില വലിയ കത്തിയൊന്നുമില്ല. ഈ കാണുന്നതാണ് കേട്ടോ പാഴൂർ ശിവക്ഷേത്രം. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പുരാതന ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂക്കുപാലം, പുഴ, വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. വഞ്ചിയൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പുറത്തേക്കൂടെയൊക്കെ നമുക്ക് ഇടുന്ന ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ബസ് കയറുന്നതാണ്. ഞാൻ സ്ഥിരം കയറുന്ന കടയാണ്, സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവിടെ ഫോൺ മേടിച്ചിട്ട് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ. ഇന്നലെ കൊച്ചു വിളിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിസ്ത കണ്ടു, മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. എവിടെ പിസ്ത? ഇതിന് എന്നാടാ വില? 145. മോറ് തുറന്നിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചേനെ. അപ്പോൾ നമ്മൾ പിസ്ത മേടിച്ചു. ഞാൻ മേടിച്ചത് 150 ഗ്രാമാണ് കേട്ടോ. 150 ഗ്രാമിന് അവർ 100 ഗ്രാമിന് 140 രൂപ എന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഇത്രയും പിസ്തയ്ക്ക് 150 ഗ്രാമിന് അപ്പോൾ 200 രൂപയായിട്ടുണ്ട്. മാക്സ് ഏതാടാ? വലുതാ? ഇരുപതിൻ്റെയാണോ നീ പറഞ്ഞേ? 20-ൻ്റെയാണോ? എടാ ഇതാണോ പറഞ്ഞേ? പയ്യനവിടെ നിന്നൊക്കെ പറയണ്ട. മഞ്ചിൻ്റെ മാക്സ് നല്ല മിഠായിയാണ്, നല്ല ലാഭമാണെന്നൊക്കെ. ഇത് തിന്നാ വിശപ്പ് മാറും. അത് കൊള്ളാം. 20 രൂപയല്ലേ ഉള്ളൂ. പിന്നെ 1 കിലോയുടെ ഹോർലിക്സ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോയായിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ 414 രൂപയാണ് ആവുള്ളൂ.
നമ്മൾ 1/2 കിലോ നമ്മൾ മാളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 300 രൂപയാവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പൈസ നമുക്ക് ലാഭമുണ്ട്. പക്ഷെ അത് ഓർഡർ ചെയ്തിട്ട് സാധനം വന്നില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് പിള്ളേർക്ക് ഞാനൊരു ചെറിയ പാക്കറ്റ് ജൂനിയർ ഹോർലിക്സ് ഇവിടെ നിന്ന് എടുത്തു. എന്തോരം മിഠായി ആലേ, അവർക്ക് വേണ്ട. ഈ കടയിൽ എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ വരുമായിരുന്നു. അതൊന്നും മിഠായി മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. അപ്പം പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ലാം മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്നും പിള്ളേർക്ക് മിഠായി ആയിരുന്നു ഇഷ്ടം. അപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ഞാൻ അവരുടെ അടുത്ത് പറയുമായിരുന്നു, അമ്മ ഒത്തിരി മിഠായി മേടിക്കും. അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ അവരുടെ അടുത്ത് അവർക്ക് പറയുന്ന എല്ലാ മിഠായികളും ഞാൻ എല്ലാ ആഴ്ചയിലും മേടിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ മിഠായി എണ്ണയാണ് അതിനകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 3ൻ്റെ ഗുണിതമായിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുക്കാറ്. അല്ലെങ്കിൽ ഒരെണ്ണം ബാലൻസ് വരും, പിന്നെ അവർക്ക് സങ്കടമാവും. അത് മാത്രമല്ല, നമ്മൾ കൗണ്ടറിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ കുഞ്ഞു മിഠായി ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ എണ്ണം ചോദിക്കും. നമ്മൾ എണ്ണം പറയുവാണെങ്കിൽ അവർക്ക് അത്ര എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ കറക്റ്റ് എണ്ണം നോക്കിയാണ് എടുക്കാറ്. ഒരെണ്ണം പോലും കൂടുതൽ എടുക്കാറില്ല. ഒരെണ്ണം ബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് വീതിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 3 പിള്ളേരുള്ളതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ 12 എണ്ണം അല്ലെങ്കിൽ 22 എണ്ണമൊക്കെയാണ് ചെറിയ മിഠായികൾ എടുക്കാറ്. 21 എണ്ണം. അപ്പോൾ 7 3 21. അപ്പോൾ ഒരാൾക്ക് 7 എണ്ണം വീതം. അങ്ങനെ അവർ ഡിവൈഡ് ചെയ്ത് എടുത്തോളും. ഇവിടെ എങ്ങാണ്ടുണ്ടോടാ, ഞാൻ കണ്ടായിരുന്നു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലുള്ളത്. എന്തോ റബ്ബർ ക്ലാസ്സിൽ പിള്ളേർക്ക് ഉണ്ടെന്ന്. ഞാനത് ഒരു ദിവസം ഇവിടെ കണ്ടിട്ട് പോയത്. അപ്പോൾ എന്നിട്ട് ഞാൻ വേറെ കട്ടറൊക്കെ മേടിച്ചുകൊണ്ട് ചെന്നപ്പോൾ അവൾ പറയുമോ, പിള്ളേർ പറയുമോ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലുള്ളതുണ്ട്. ഇതിനകത്തുണ്ടോ, ഒരെണ്ണം ഉള്ളൂല്ലോ. പക്ഷേ 3 എണ്ണം വേണേ. ഒരെണ്ണമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ തല്ലാവും. 3 എണ്ണം വേണം. എന്ത് സാധനം 3 എണ്ണം വേണം. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയാത്. പിള്ളേർക്ക് കാശ് പോകണ വഴിയത്. ഇന്നലെ കൊണ്ടുവന്നു. ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ കണ്ട സാധനങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊരു കുഞ്ഞു ബുക്കും പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പുള്ള റബ്ബറും തപ്പിയാണ് നമ്മളോട് വന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പുള്ള റബ്ബർ കിട്ടിയില്ല. കിട്ടിയോടാ? അല്ല കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ഇത് കൊള്ളാം കേട്ടോ ഈ സാധനം. കുഞ്ഞു ബുക്ക് കഴിഞ്ഞതാണ്. ആഴ്ചയിൽ ഒരു ദിവസം വരുന്നത്. ഇത് എത്ര എൻ്റെ? 10 അല്ലേ? ഇത് പറഞ്ഞോളൂ. അത് ഒരെണ്ണം 2 എണ്ണം വേണം ഇവിടെ. സെയിം തന്നെ വേണേ. 2 എണ്ണം പറ്റില്ല, 3 എണ്ണം വേണം. ഒരെണ്ണം കൂടെ വേണം ഇവിടെ. ഇത് ഇരിക്കുന്ന ആയിരിക്കണേ. അത് 10ൻ്റെ അല്ലേ? കുഞ്ഞു ബുക്ക് നമുക്ക് കിട്ടിയിട്ടോ. ഇതാണ് കുഞ്ഞു ബുക്ക്. 10 രൂപയുള്ളൂ കേട്ടോ. ഇനി നല്ല രസമല്ലേ. ആക്ച്വലി ഷോപ്പിൽ മാത്രം നിൽക്കണ ഏകദേശം ഒരു 1 അവറിനുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. കാരണം നിങ്ങൾക്കും ബോറടിയാവും. പിന്നെ ഞാൻ ഒരു സ്ലേറ്റ് ഇരിക്കുന്നുണ്ട്. 140 രൂപയുടെ സ്ലേറ്റാണ്. പിള്ളേർക്ക് ഇപ്പോൾ സ്ലേറ്റിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ അവർ സ്കൂളിലെ ബുക്കും പെൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ ചുട്ടിന് സ്ലേറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരാൾക്കായിട്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും
കുറേ ആഭരണങ്ങളൊക്കെ ഇരിക്കുന്ന സെക്ഷൻ കണ്ടു. കുട്ടികൾക്ക് പറ്റിയ ആഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു. നെയിൽ പോളിഷ് ഞാൻ കഴിഞ്ഞ വീക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി പോയപ്പോഴാണ് മാലകൾ കണ്ടത്. അതിനകത്ത് ആ വയലറ്റ് മാല കുഞ്ഞാക്കുട്ടന് മേടിച്ചാണ് ക്രിസ്മസിന്. അപ്പോൾ ഇതിൻ്റെ എല്ലാ മാലകളും എൻ്റെ കയ്യിലുണ്ട്. കുഞ്ഞൂസിന് റോസ് കളറും ചൂട്ടിന് പച്ച കളറുമായിരുന്നു മേടിച്ചത്. കോലഞ്ചേരിയിലെ ആമസോണിലൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് 80 രൂപയാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു ഓഫറിലും ലിപ്സ്റ്റിക്ക് കണ്ടത്. 60 റുപ്പീസുള്ളൂ. മാറ്റയാണ്, അതായത് ന്യൂഡ് ഷെയ്ഡിൻ്റെ മാറ്റേ ലിക്വിഡ് അല്ല. എല്ലാവർക്കും അറിയാം, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണവർക്കറിയാം അതിന് മാറ്റേന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. പിന്നെ ക്രീമി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ക്രീമി ടെക്സ്ചർ അല്ല, ഇത് മാറ്റേ മോഡലാണ്. പക്ഷേ ന്യൂഡ് ഷെയ്ഡാണ്, അതായത് ഒരു വെറൈറ്റി കളറാണ്. അതിൽ ഡാർക്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു, ലൈറ്റ് ഷെയ്ഡും ഉണ്ടായിരുന്നു. ഞാൻ രണ്ടും എടുത്ത് കൈമ വരച്ചു നോക്കി. അത് ലൈറ്റ് ഷെയ്ഡ് എനിക്ക് ഇച്ചിരിയും കൂടെ ബെറ്ററായിട്ട് തോന്നി. ഇവിടുത്തെ വളകളൊക്കെ എല്ലാം തന്നെ ഞാൻ മേടിച്ചതാണ്. ഈ വെള്ള വള എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ മേടിച്ചില്ല. കാരണം ആച്ചൂട്ടൻ്റെ പാകത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. കുഞ്ഞൂസിൻ്റെയും കുഞ്ഞാടെ പാകത്തിനുള്ള സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പുറത്തിട്ട് ഇറങ്ങി. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് 3 പേർക്കും ഓരോ സെറ്റ് വള മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒറ്റവള മോഡലായിരുന്നു കേട്ടോ. ഒറ്റവള ഇവിടെ കട്ടിയുള്ള വള മോഡലായിരുന്നു ഇന്ന് മേടിച്ചത്. അപ്പോൾ 3 പേർക്കും പറ്റിയതുണ്ടായിരുന്നില്ല. പിന്നെ അത് വളകൾക്കൊക്കെ നമ്മൾ ചൈനീസ് ഷോപ്പ് അങ്ങനെയുള്ളടത്തൊക്കെ പോകുമായിരിക്കും നല്ലത്. ഈ ടെഡി ബിയർ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ റെഡ് കളർ 450 റുപ്പീസ്. നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അതായിരുന്നു മേടിക്കുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്. മേടിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവച്ചാലോ എന്നൊരു ഓർത്ത് പോയി. കാരണം പിടിക്കുമ്പോൾ നന്ന ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടത് ക്യാരംസ് ബോർഡാണ്. ക്യാരംസ് ബോർഡ് 400 റുപ്പീസൊക്കെ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ അത്. പക്ഷേ കുട്ടികൾ പാമ്പും കൂടെയും കളിക്കാനുള്ള പ്രായമായിട്ടുള്ളൂ, ക്യാരംസ് ഒന്നും കളിക്കാറായിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ട്. ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെന്ന് മേടിച്ച് നോക്കുക. അത് കളിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ബോയ്സിനായിരിക്കും അത് ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഒത്തിരി സമയം കളയാനില്ല. നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പുറത്തിട്ട് ഇറങ്ങുവാണ്. ഇതൊക്കെ ഷോക്കേസ് ഐറ്റംസാണ്. നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ്, അതുപോലെ വാലൻറ്റൈൻസ് ഡേക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അഫോർഡബിളാണ്. നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബില്ലടിച്ചു. നമ്മുടെ പെട്ടി നമ്മൾ താഴെ വെച്ചിട്ടായിരുന്നു മുകളിൽ നല്ലിട്ട് കയറിയത്. ബില്ലടിച്ച് ബില്ലൊക്കെ കൊടുത്തു നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ കൃത്യം 10 മണിയായിട്ടുള്ളൂ. നമ്മളിത് ഈ ആരക്കൊന്നും വന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ബില്ല് എത്രയും നോക്കാം. അപ്പോൾ ലേസ് 784 രൂപയായിട്ടോ നമ്മൾ ഇത്രയും മേടിച്ചിട്ട്. അപ്പം പിസ്തയും ഹോർലിക്സും മേടിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റേറ്റ് ഇത്രയും കൂടി വന്നാൽ 500 രൂപയിൽ നിൽക്കാറ്. പിന്നെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കടയിൽ കയറി 2 പിന്നെ ഞാൻ കുറച്ച് ലേസ് മേടിച്ചു. കാരണം ലേസ് 2 പാക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കാരണം ടൊമാറ്റോ ഫ്ലേവർ ലേസ് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് കൂടെ മേടിച്ച് കവറിലിട്ടു. അത്യാവശ്യം നല്ല കനമാണ് ബാഗിന്. ഇപ്പോൾ എനിക്ക് അനങ്ങാൻ വയ്യാത്ത കനമായിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലം. ഇവിടുന്ന് ഒരു ഇടവഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോണത്. അപ്പം ഞാൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ നോക്കിയിരിക്കുമായിരിക്കും. ഇന്ന് ഭാഗ്യം കൊണ്ട് സൺഡേ ആണ് കേട്ടോ. വിശ്വരാധനം കൊണ്ട് സൺഡേ ആണ്. അപ്പോൾ പിള്ളേർക്കൊന്ന് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. നമ്മൾ ഇതിലൂടെയാണ് താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഇവിടെ കണ്ണ് വയ്യാത്തൊരു ചേച്ചിയുണ്ട്. എന്നെ വലിയ കാര്യമാണ് കേട്ടോ. പുള്ളിക്കാരനോടെ കാണുന്നില്ല, പള്ളിയിൽ പോയി തോന്നുന്നു. സൺഡേ അല്ലേ. കണ്ണ് വയ്യാതെന്ന് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. ഇതിലൂടെ ഒരു ഇടവഴി കൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകേണ്ടത്. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്.
അപ്പോൾ മാംഗോ ഫ്രൂട്ടി ആപ്പി ഫിസും ഒന്നും നമ്മൾ മാളിൽ നിന്ന് എടുത്തില്ല. അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് തന്നെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറിയിൽ നിന്ന് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് കട്ടായിക്കോളും. അപ്പോൾ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അത് വഴുതനങ്ങ ചുമ അച്ചൂട്ടൻ കിട്ടിയ വഴിയെടുത്ത് വായിലിട്ടു കേട്ടോ. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞ. മൊത്തം കലങ്ങിയിരിക്കുമല്ലേ, കണ്ടോ? നമുക്ക് ഈ വെള്ളം മാറ്റാം. ഈ മീനെ പിടിച്ച് ഈ പാത്രത്തിട്ട് ഇടാം. ഓക്കെ, വീഡിയോ എടുക്കാമേ. ഞാനൊരു ദിവസം കണ്ട സ്വപ്നം എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്നാ സ്വപ്നം? എൻ്റെ ഒരു വിമാനല്ല ഇവിടെ വന്നു. എന്നിട്ട് അപ്പൊ അച്ഛൻ ഞാനും കുഞ്ഞും അച്ഛമ്മ വിമാനത്തിൽ കയറി കൊറേ സ്ഥലത്ത് പോയി. അമ്മ ഇല്ലായിരുന്നു. ചുമ്മാ ചുറ്റിലാണോ? തീറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മണ്ണിട്ട് വെക്കണത്. അപ്പോൾ മണ്ണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കീടാണുവിനെയൊക്കെ പിടിച്ച് തിന്നോട്ടെ എന്ന് ഓർത്താം. ചൂഷിച്ച് പിടിച്ചോ, വേഗം പിടിച്ചിട്ടോ. എന്നിട്ട് നമുക്ക് ആ മണ്ണൊക്കെ കമത്തി കളഞ്ഞിട്ട് വെക്കാം. ആ കുഞ്ഞുസിൻ്റെ സങ്കടം മാറട്ടെ, അവൾ ഒരെണ്ണത്തിന് പിടിക്കട്ടെ. അതിന് മനസ്സിലായി അതിനെ പിടിക്കാൻ വരുമോന്ന്. കണ്ടോ, ഈ കുഞ്ഞൂസ് വലിയ മീനെ പിടിച്ചു. കൈ അടിക്കൂ കുഞ്ഞാക്കുട്ടാ. ഇനി കുഞ്ഞാക്കുട്ടനെ ഓനം പിടിക്കട്ടെ. കുഞ്ഞൂസിന് തീറ്റ കൊടുക്കൂലേ? ഈ മീനിൻ്റെ വെള്ളത്തിനകത്തോട്ട് പിള്ളേരുടെ അച്ഛനാന്ന് തോന്നുന്നു കുറച്ച് ചോറൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മീൻ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. പക്ഷെ ഞാൻ തീറ്റ വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്വേറിയം മൊത്തം കുളമായി. അതിനകത്ത് ഏതാണ്ട് കറുത്ത നിറത്തിൽ സ്മെല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മീനെ പിടിച്ച് മാറ്റിയിട്ട് വേറെ വെള്ളം നിറച്ച് വെച്ചു. ഇട്ടോടാ ആ ചൂട്ടിന്. കുഞ്ഞുകുട്ടി ഓരനല്ലേ പിടിച്ചോളൂ വയസ്സേ? അത് വരിയോ? ആ ചുമക്ക് പിടിക്കാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞൂശിന് കൊടുക്കും. കുഞ്ഞൂശ് വലിയ മീനൊക്കെ പിടിച്ചു. ആ ചുമ കണ്ടായിരുന്നു, ആ വലിയ മീനെ കുഞ്ഞൂശാ പിടിച്ചേ. ഇത് പക്ഷേ ഇനി എപ്പോഴും മീനെ പിടിക്കരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെള്ളം മാറ്റാനുള്ളതുകൊണ്ട് മാത്രം പിടിച്ചത്. എപ്പോഴും പിടിച്ചാൽ ചത്തു പോകും കേട്ടോ. ഓക്കെ, അനങ്ങാതെ വെക്കുക. എന്നിട്ട് ആരാണ് സൈഡിൽ വരുന്നത് ആ നേരത്ത് അതിനെ വടിച്ചെടുക്കും. പിടിച്ചോ? ഞാൻ പറഞ്ഞിട്ട് ആണോ? മീനിന്റെ ഫോട്ടോ. ഫസ്റ്റ് മീനാണ്. ഇതിന് ആർക്കായിരിക്കും കിട്ടുന്നത്? ആദ്യം കുഞ്ഞൂശ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു മീനും കൂടെ ഉള്ള കുഞ്ഞൂശ. അതെ. ഓ, ഇവനൊന്നും തോറ്റു. ഇവ മോളി വരുന്നില്ലല്ലോ. ഇതിനകത്ത് മീനെ പിടിച്ച് മാറ്റിയിട്ടാണോ മാറ്റിയത്? ആണോടാ കുഞ്ഞാക്കുട്ടാ? മീനെ മാറ്റിയിട്ടാണോ വെള്ളം മാറ്റിയത്? മീനെ പിടിച്ച അത് മീനെ വെച്ചോണ്ടാണോ മാറ്റിയത്? ഇങ്ങനെ വെച്ചിട്ട് അച്ഛയിലേക്ക് ഊതി എന്നിട്ട് പതുക്കെ ഇങ്ങനെ വെള്ളം കളഞ്ഞു. ആ, വെറുതെ ആണോ കലങ്ങിയത് ഇത്രയും? കലങ്ങിയത് കൊണ്ട് അച്ഛ കളഞ്ഞു. ആണോ? നമുക്കിത് കമത്തി കളയാം. ഇനി ഇതിനകത്ത് എന്നാ ഉള്ളത്? ഒച്ചുണ്ടോ? ഒച്ചിനെ നിങ്ങൾക്ക് വളർത്തണോ? പക്ഷെ ഒച്ചിന് മണ്ണ് വളഞ്ഞു കഴിഞ്ഞാൽ ഒച്ചു വളരുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മണ്ണ് പോയി കഴിഞ്ഞാൽ ഒച്ചു വളരുമോന്ന് എനിക്ക് അറിയില്ല. ഇട്ടോ? ഇനി അതിനകത്ത് മീനോ മീനിന്റെ കുഞ്ഞോ മുട്ടയോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കേ. ഞാനത് മൊത്തം കമത്തി കളയാൻ പോവാണ്. ഒരു മീൻ കുഞ്ഞ് അതിലോട് ഓടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ.
ഞാൻ ആ വെള്ളം കമത്തിക്കളഞ്ഞ് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി നല്ല ശുദ്ധ വാട്ടർ കിണറ്റിലെ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ നമ്മൾ തിരിച്ച് അതിനകത്തോട്ട് ഇടുവാണ്. 3 പേരെ കൊണ്ട് മീനെ പിടിപ്പിച്ചിട്ട് നല്ല വെള്ളത്തിലോട്ട് ഞാൻ പതുക്കെ ഇടിയിപ്പിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മണ്ണൊന്നും ഇട്ടിട്ടില്ല, കാരണം ഇനിയും ചോറിട്ട് കൊടുത്തിട്ട് അത് മൊത്തം ചീത്തയാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ലൈഫ് സേവിങ് ആണ് ചെയ്തത്, കാരണം ആ മീനൊക്കെ ചാവാറായിരുന്നു ആ സമയം കൊണ്ട് ആ ചീത്ത വെള്ളത്തിൽ കിടന്നിട്ട്. ഇപ്പോൾ എന്തായാലും അത് രക്ഷപ്പെട്ടു. ചെറിയ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ചീത്ത വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളത്തിലിട്ട് ചാടുമ്പോൾ ആ മീനിൻ്റെ റിയാക്ഷൻ കാണണമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അത് ആ വെള്ളത്തിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികൾ വളരെ ഹാപ്പിയായി. എന്തായാലും മീനുകൾ നല്ല വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ അത് അവരുടെ മുഖത്ത് തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഇനി ഈ കുപ്പിയിലോട്ട് മാറ്റുവാ. ആച്ചുമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ കുഞ്ഞു കുപ്പിയിൽ വലിയ കുപ്പിയിലോട്ട് ഇടുവാണ്. അമ്മയില്ലാത്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് കേട്ടോ. എപ്പോഴും മാറ്റി അത് ചത്തു. വാട്ടറിൽ കൊതുക് മുട്ട ഇടില്ല എന്നാണ് കേട്ടോ കുട്ടികൾ പറയുന്നത്. ഇപ്പം ഈ മീൻ പിടിച്ച് തിന്നും. അച്ഛ പറഞ്ഞു നേരെ വെള്ളം കണ്ടാലും മാത്രമേ വെട്ടമുള്ളൂ, അല്ലാതെ ക്ലിയർ ആയ വെള്ളമോ അല്ലേ മീനുള്ള വെള്ളത്തിനൊന്നും. അമ്മ വീട്ടിൽ ചെന്നിട്ട് ഈ വീഡിയോ കാണട്ടോ. മീനുള്ള അത് അമ്മയ്ക്ക് അറിയില്ല. ചിലപ്പോൾ അച്ഛ പറഞ്ഞ ശരിയായിരിക്കും. ഞാൻ ഒരെണ്ണം പിടിക്കട്ടെ. നീ ഇതൊന്ന് നീക്കി വെച്ചാ പോരെ. അതാ കൂട്ടില്, മറ്റേ കൂട്ടില് ഇച്ചിരി കഴിഞ്ഞിട്ട് കുടിക്കാ ചുമ്മാ. ഓറഞ്ച് നിറത്തിൽ തരിതരിയായിട്ട് കാണുന്ന ഗപ്പി ബൈറ്റ്സ് എന്ന് പറയുന്ന തീറ്റയാണ് കേട്ടോ. ഇതിന് 100 രൂപയാണ് വില. കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കടകളിൽ മേടിക്കാൻ കിട്ടും. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി, 2 നേരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവൾ അവിടെ കൈ കൊണ്ടു. ആ ചുമ്മാ ഒച്ചിനെ പിരിക്കട്ടേടാ. വെള്ളത്തിനകത്ത് ഞാൻ പണ്ട് മണ്ണ് നിറച്ചപ്പോൾ അതിനകത്തൊരു ഒച്ചിൻ്റെ മുട്ട ഉണ്ടായിരുന്നു. അത് വിരിഞ്ഞിട്ട് ഒച്ച ആയിട്ടുണ്ടായിരുന്നു. 2 ഒച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ഒച്ച ഉള്ളൂ. അപ്പോൾ ആ ഒച്ചിനെയും കൂടെ അവർക്ക് വളർത്താമെന്നാണ് പറയണത്. അപ്പോൾ അവരതിനെ തോണ്ടി ആ വെള്ളത്തിലിട്ട് ഇടുന്നുണ്ട്. സ്വർണ്ണം കളറുള്ള മീനുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അത് അവർ പറയണം അതിനിങ്ങനെ പാത്രത്തിലിട്ട് ഞാൻ ഓക്സിജൻ കൊടുക്കണമെന്നൊക്കെയാണ്. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ മീനിന്റെ പടമുള്ള കുപ്പിയിലെ പോലത്തെ മീനാവും. എടാ അത് കൂട്ട് മീൻ നമുക്ക് കടയിൽ കയറിപ്പോ ചോദിച്ചു സ്വർണ്ണ കളർ. അത് കഴിഞ്ഞ് മുന്തിരിങ്ങ കഴിക്കാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നോക്കി ഞങ്ങൾ. അതിൻ്റെ അകത്ത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിയതൊക്കെ ഞങ്ങൾ പെറുക്കി എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ പൊട്ടാത്തതൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞായിക്കോട്ടെ വാട്ടർ ബോട്ടിലിനകത്ത് എന്താണ്ടൊക്കെ പണിയുണ്ടായിരുന്നു. ആ ചൂട്ടനാണെങ്കിൽ മുഖത്ത് നിറച്ച് പൗഡർ വാരി തൂത്തേക്കുമായിരുന്നു. എന്നിട്ട് അവൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞ് പൊട്ടലുണ്ട്, അപ്പോൾ അത് കഴിക്കാവോ അമ്മയെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ കളിക്കാനായിട്ട് പോയി. ഞാൻ അവർക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കൊടുത്ത് തുടങ്ങിയപ്പോൾ ഉള്ളത് ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അതുപോലെ കഴിയാറായതാണ്. കുഞ്ഞാക്കുട്ടാ ആച്ചുട്ടങ്ങ് വന്നേ. ആച്ചുട്ടൻ കുട്ടിക്ക് ചടങ്ങ് കൊടുത്തു. നല്ല കേട്ടോ, നീ നല്ല പ്ലാനാണ് കേട്ടോ. നീ സൂപ്പറാണ്. നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. എവിടെ ചെന്നാലും സമാധാനം തരില്ല എന്ന് പറഞ്ഞ പോലെ പിള്ളേരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് കൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു സ്റ്റാഫ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള മെസ്സേജായിരുന്നു. ഞാനതിന് ശാന്തമായിട്ട് മറുപടി കൊടുത്തിട്ടും പിന്നെയും
വളരെ മോശമായ രീതിയിൽ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ ആളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ ചീത്ത വിളിച്ചതെന്ന് പറഞ്ഞു. ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല ഇങ്ങനെ കുറേ ആൾക്കാർ. എന്തായാലും നമ്മൾ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് അത് എന്തുമാത്രം രീതിയിലാണ് വേദനിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട സന്തോഷപ്പെട്ട നിമിഷങ്ങളായിരിക്കും നമ്മൾ നശിപ്പിക്കുന്ന. കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ കുട്ടികളുടെ അടുത്തിരുന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലോട്ട് മടങ്ങി. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞൂസും ആച്ചൂട്ടനും ഒക്കെ കൂടിയിട്ട് ഞാൻ കൊണ്ടുവന്ന മിഠായികളൊക്കെ അവിടെ വീതം വെക്കുന്നുണ്ട്. ആച്ചൂട്ടൻ്റെ മുടി വെട്ടിക്കാനായിട്ട് ഞാൻ പോകാനായിട്ട് അനുവാദം ചോദിച്ചിട്ട് പിള്ളേരുടെ അച്ഛനത് സമ്മതിച്ചിട്ടില്ല. ഉള്ളി കൊണ്ടുപോയി വെട്ടിക്കുമെന്നാണ് വാശി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഇഷ്ടത്തിന് വെട്ടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലോട്ട് മൈൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഒരു വീതം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് ബാലൻസ് വന്നു. അപ്പോൾ അത് കുഞ്ഞൂസ് എനിക്ക് കൊണ്ടു തന്നു. കുഞ്ഞൂസ് വീതം വയ്ക്കാനൊക്കെ നല്ല മിടുക്കിയാണ് കേട്ടോ. അപ്പോൾ അവളെല്ലാം കറക്റ്റായിട്ട് തന്നെ വീതം വെക്കും. അതുപോലെ 3 പേരും അതെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സാധനങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യും. വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും ബാലൻസ് എക്സ്ട്രാ വരുന്നതൊന്നും അവൾക്ക് വേണ്ടിയിട്ട് എടുക്കില്ല. അവളത് മറ്റുള്ളവർക്ക് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് അസുഖങ്ങളോ നിങ്ങൾക്ക് കടബാധ്യതകളോ ശത്രുക്കളോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന വാക്കുകളോടുകൂടി ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. കുഞ്ഞൂസ് ബാലൻസ് വന്ന മിഠായി എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അത് തിന്നേച്ച് ഞാനിവിടെ നിന്ന് പതുക്കെ പോരുവാണ് ഹോസ്പിറ്റലിലോട്ട്. അത്രയും പൈസ അല്ല, അതിന്റെ പൈസ എടുത്തിട്ടുണ്ട് അവര്. അതായിരുന്നല്ലേ കുഞ്ഞു പാക്കറ്റ് മിഠായി ഞാനിവിടെ പൊട്ടിച്ചു വെച്ചിട്ട് മിഠായി തിന്നട്ടെ. തിരിച്ചു പോന്നു കേട്ടോ.